യുവമോർച്ച പ്രവർത്തകർ, മഹിളാ മോർച്ച പ്രവർത്തകർ, BJP പ്രവർത്തകർ ഒരു കാരണവശാലും ഒരിഞ്ച് പോലും പിന്നോട്ടില്ല. കോൺഗ്രസ് തീർക്കുന്ന ഈ ഒരു പാറ്റകളെ മുൻനിർത്തിയുള്ള ഈ ഒരു ഗൂഢനീക്കത്തിന് ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ് BJP പ്രവർത്തകർ. ശാസ്തമംഗലത്ത് ഇന്ദിരാഭവന് സമീപം BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണിത്. സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ശക്തമായ രീതിയിൽ ജലപീരങ്കി പ്രയോഗിച്ചു. അവശനിലയിലായ പ്രവർത്തകരെ, സ്ത്രീകളെ ആശുപത്രിയിലേക്ക് മാറ്റി. എന്തുതന്നെയായാലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. കാരണം കോൺഗ്രസിൻ്റെ ആ മുഖം മൂടി പാറ്റകളെ മുൻനിർത്തി അവർ നടത്തുന്ന ഈ ഒരു നാടകം അത് അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും, അത് പൊളിച്ചു നീക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിട്ട BJP പ്രവർത്തകരെ അവിടെ നിന്ന് പോലീസ് മാറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. APCC ആസ്ഥാനത്തേക്ക് നീങ്ങിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കാനുള്ള ശ്രമം തുടരുകയാണ്. KPCC ആസ്ഥാനത്തേക്ക് വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ നീങ്ങുന്നുണ്ട്. പ്രതിഷേധത്തെ പോലീസ് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും ഇതിൽ നിന്ന് പിന്തിരിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പ്രവർത്തകർ. ഇപ്പോൾ ശാലിനി കൂടി നമ്മോട് ഒപ്പം ചേരുകയാണ്. അതായത് ബാരിക്കേഡ് നീക്കി ആ KPCC ആസ്ഥാനത്തേക്ക് വനിതാ പ്രവർത്തകരടക്കം നീങ്ങാനുള്ള ശ്രമമാണ് നടക്കുന്നത്, അല്ലേ ശാലിനി? അതെ, തീർച്ചയായും അങ്ങനെയാണ്. കാരണം ഒക്കെ പുഷ്പം പോലെ തകർത്താണ് ഇപ്പോൾ BJPയുടെയും മഹിളാ മോർച്ചയുടെയും യുവമോർച്ചയുടെയും ഒക്കെ വനിതാ പ്രവർത്തകരും ഒപ്പം തന്നെ മോർച്ച പ്രവർത്തകർക്ക് KPCC ആസ്ഥാനത്തേക്ക് നീങ്ങുന്നത്. വനിതാ പ്രവർത്തകരാണ് കൂടുതലായും KPCC ആസ്ഥാനത്തിന് സമീപത്തേക്ക് എത്തി പ്രതിഷേധം അറിയിക്കാൻ വന്നത്. പക്ഷേ അവരെ ഇപ്പോൾ പുരുഷ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഈ ബാരിക്കേഡിന് ഇപ്പുറത്ത് KPCC ആസ്ഥാനത്തിന് 100 മീറ്റർ പോലും അകലമല്ലാത്ത സ്ഥലത്ത് തടഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് പുരുഷ പോലീസുകാരാണ് വനിതാ പ്രവർത്തകരെ, മഹിളാ മോർച്ചയുടെ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത് അവരെ ആക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് അടിച്ചമർത്തൽ നടത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ 2 മണിക്കൂർ കണ്ടിട്ടുള്ള ശക്തമായ പ്രതിനിധികൾ, സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ രാജ്യ തലസ്ഥാനത്ത് നടന്നിട്ടുള്ള രാഹുലിന്റെയും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെയും ഒക്കെ ഗൂഢാലോചന അത് പൊളിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. ഈ ബാരിക്കേഡുകളൊക്കെ മറിച്ചേറാം ഇപ്പോൾ അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് ഈ ബാരിക്കേഡുകളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, രാഷ്ട്രീയമായി ഏറെ നിർണായകമായ ഒരു പ്രതിഷേധമായി തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു KPCC ആസ്ഥാനത്ത് സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന ഓഫീസിലേക്കാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഒപ്പം തന്നെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരള ഘടകം ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രതിഷേധ മാർച്ച് രാജ്യ തലസ്ഥാനത്ത് നടക്കുമ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ പാറ്റ പാർട്ടിയെ, കോക്രോച്ച് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കൃത്യമായി കലാപാഹ്വാനം നടത്തിക്കൊണ്ട്, കലാപം മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് പലയിടങ്ങളിൽ നിന്നുള്ള ഫണ്ടുകൾ ശേഖരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രതിഷേധം അത് രാജ്യ തലസ്ഥാനത്ത് നടക്കുമ്പോൾ അതിന് ഇത്തരത്തിൽ മോശമായ രീതിയിൽ പിന്തുണ നൽകുന്നതിനെയാണ് BJP വലിയ രീതിയിലുള്ള പിന്തുണ പല സംഘടനകളും നൽകി വരികയും ചെയ്യുകയാണ്. ആ പ്രതിഷേധ മൊത്തയാണ് ഇപ്പോൾ BJP ഇത്തരത്തിൽ. അത് തന്നെയാണ് ശാലിനി. അതായത് നേരത്തെ രാജീവ് ചന്ദ്രശേഖർ അടക്കം സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ രാഹുലിന്റെ അപ്പൂപ്പനോ കഴിയില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. അതായത് ആര് വിചാരിച്ചാലും ഇത്
ഇന്ത്യയെ ഭരിക്കുന്ന NDA സർക്കാർ ഭരിക്കുന്ന കഴിഞ്ഞ 12 വർഷമായി ജനാധിപത്യത്തെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഉള്ള ഒരു ഭരണകൂടം ഇവിടെ നിലവിലുണ്ട്. അതിനെ അട്ടിമറിക്കാൻ ഏത് അരാജകത്വവാദികളെ മുൻനിർത്തിയായാലും കോൺഗ്രസിന് അല്ലെങ്കിൽ ഈ നാട്ടിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ പറയുന്ന NDA സർക്കാരിനെ ഇത്തരത്തിൽ അട്ടിമറിക്കാനുള്ള ഒരു നീക്കവും നടക്കില്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അത് തന്നെയാണ് വി മുരളീധരൻ MLAയും BB ഗോപകുമാർ MLAയും ഒപ്പം കൂട്ടിച്ചേർത്തത്. എന്തായാലും ഈ മാർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് നമുക്ക് കാണാം. ഇന്ദിരാഭവന് മുന്നിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ സമീപത്ത് നിന്ന് പ്രതിഷേധക്കാരെ മാറ്റാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചും മറ്റും ഈ പറയുന്ന പ്രതിഷേധക്കാരെ അടിച്ചമർത്താനുള്ള ശ്രമം പോലീസ് നടത്തിയെങ്കിലും ഒരടി പിന്നോട്ടില്ല, ഒരിഞ്ച് പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ് പ്രതിഷേധക്കാർ. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP പ്രവർത്തകരെല്ലാം ബാരിക്കേഡിന് BJP പ്രവർത്തകരെല്ലാം ബാരിക്കേഡിന് നമ്മുടെ നേരെ പോരിനുവന്ന അധികരിക്കാൻ കഴിയില്ല. BJP എല്ലാ പ്രവർത്തകരും ജയ് 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 BJP ജയ് 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 BJP. രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി നേതാവേ ഭീഷണി കൊണ്ട് അടിച്ചമർത്താൻ നോക്കരുതേ. അറസ്റ്റ് കൊണ്ട് ഭീഷണി കൊണ്ട് ആവശ്യത്തിൽ നമ്മൾ